നമുക്ക് ഇന്നൊരു വെറൈറ്റി ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലോ? അതിനായി ഞാൻ അയലയാണ് എടുത്തിട്ടുള്ളത്. ഈ അയല മസാല തേച്ച് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ മസാലയ്ക്ക് വേണ്ട ചേരുവകൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ചെറുനാരങ്ങ നീര് ഇതെല്ലാം ഇട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഈ അയലയെ നന്നായി ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ഗ്രീൻ കളർ മസാലക്കൂട്ട് ഉണ്ടാക്കിയാലോ? ഇതിനു വേണ്ടി 6 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പിടി മല്ലിയില, 5 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില ഇതെല്ലാം കൂടെ മിക്സിയിൽ നന്നായി അരച്ചെടുക്കണം. ചട്ടിയിൽ എണ്ണ ചൂടായ ശേഷം ഈ അരപ്പ് നന്നായി വഴറ്റിയെടുക്കാം. വഴറ്റിയതിന് ശേഷം അല്പം കറിവേപ്പില കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ പച്ചക്കുത്ത് മാറിയ ശേഷം 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്ത് ഈ മസാലക്കൂട്ട് ഒന്നുകൂടി നന്നായി വഴറ്റിയെടുക്കാം. ഇത് വഴന്ന് വന്നതിന് ശേഷം അല്പം നാരങ്ങാ നീര് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു പുളിക്ക് വേണ്ടിയാണേ. ഇനി നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന മീനുകളെല്ലാം ഈ മസാലക്കൂട്ടിൻ്റെ മേലയിലേക്ക് നിരത്തി വെച്ചങ്ങ് കൊടുക്കാം. സ്റ്റൗ 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട ശേഷം ഈ മസാലകൾ മീനിൻ്റെ ഇരുഭാഗത്തും നന്നായി തേച്ച് പിടിപ്പിക്കണം. ദാ കണ്ടില്ലേ, മസാല ഇരുഭാഗത്തും നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ദാ നോക്കിക്കേ, നന്നായി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് ചോറിനൊപ്പം കൂട്ടാൻ അടിപൊളിയാണ്. ഇത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. താങ്ക്